ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവരെയും സർവേശ്വരൻ ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ കൃപ അതൊന്നുകൊണ്ട് മാത്രം. വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതിൽ 22 വചനങ്ങളാണുള്ളത്. കഴിഞ്ഞ 2 അധ്യായങ്ങളും നിങ്ങൾ കേട്ട് കുറേയേറെ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയെടുത്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. 3-ാം അധ്യായം 1-ാം വാക്യം. സർദീസിലെ സഭയുടെ ദൂതന് എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടോ എങ്കിലും നീ മരിച്ചവനാകുന്നു. ദൂതുകൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കി. ആ ദൂതുകളിൽ നമുക്ക് കുറവുള്ള കാര്യങ്ങളെയൊക്കെ നമ്മൾ യഥാസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ക്രമപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അടുത്ത സഭയ്ക്കുള്ള ദൂത് കേൾക്കുകയാണ്. സർദീസിലെ ദൂതന്. അപ്പൊ ഈ ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ ആ സഭയിലെ ദൂതൻ എഴുതുമ്പോൾ ദൈവം തന്നെ വെളിപ്പെടുത്തുകയാണ്. യേശു വെളിപ്പെടുത്തുകയാണ് ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ. 7 ആത്മാവെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണതയെ കാണിക്കുന്നതാണ്. യെശയ്യാവ് 11:2 കാണുന്ന ആ 7 ഗുണങ്ങളാണ്. അത് ജ്ഞാനം, ബുദ്ധി, ഉപദേശം, ശക്തി, അറിവ്, ഭക്തി, യഹോവയോടുള്ള ഭയം തുടങ്ങിയിട്ടുള്ള ആ 7 ആത്മാക്കൾ. അത് ആ പൂർണ്ണതയാണ് കാണിക്കുന്നത്. 7 എന്നുള്ളത് എപ്പോഴും ദൈവത്തിന്റെ പൂർണ്ണതയെ കാണിക്കുന്നതാണ്. 7 ദിവസങ്ങൾ, 7 ആത്മാവ്, 7 നക്ഷത്രം എന്ന് തുടങ്ങി ധാരാളം 7 എന്നുള്ളത് നമ്മൾ വേദപുസ്തകത്തിൽ പലയിടത്തുമായിട്ടും കാണുന്നുണ്ട്. സർദീസ് സഭയിൽ ആത്മാവിന്റെ ഒരു പ്രവർത്തനത്തിലൂടെ അല്ല അവർ മുന്നോട്ട് പൊക്കോണ്ടിരുന്നത്. അവിടെ ആത്മാവിന്റെ ഒരു പ്രവർത്തനമില്ലായിരുന്നു. അതിനാലാണ് യേശു പറയുന്നത്, യേശു പൂർണ്ണമായിട്ടുള്ള ആത്മാവ് തന്നെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, ദൈവത്തിന്റെ ആത്മാവാണ് അരുളി ചെയ്യുന്നത് എന്നുള്ളതാണ് യേശു ക്രിസ്തു അവിടെ സൂചിപ്പിക്കുന്നത്. 7 നക്ഷത്രം എന്ന് പറയുന്നത് നമുക്കറിയാം. സഭയുടെ 7 സഭകളുടെ ദൂതന്മാർ 7 സഭയിൽ അധ്യക്ഷം വഹിക്കുന്നവരെയാണ്. അത് യേശു വലം കയ്യിൽ പിടിച്ചിരിക്കുന്നതായി, കൺട്രോൾ ചെയ്യുന്നതായിട്ട് നമ്മൾ മുന്നമേ പഠിച്ചു. അപ്പൊ ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, പറയുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയും. സഭയെന്ന് പറയുന്നത് കർത്താവിന്റെ കരങ്ങളിലിരിക്കുകയും പരിശുദ്ധാത്മാവിന്റെ ആ 7 സ്വഭാവങ്ങൾ ആ സഭയിൽ ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നിരീക്ഷിക്കുവാൻ, കൃത്യമായിട്ട് അറിയുവാൻ പരിശുദ്ധാത്മാവിന് കഴിയുകയും ചെയ്യും. അപ്പൊ അവിടെ അതുകൊണ്ട് തന്നെ നിന്റെ പ്രവൃത്തി, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. എന്തൊക്കെയാണ് പ്രവൃത്തികൾ? പുറത്ത് എല്ലാ പ്രവൃത്തികളും ഉണ്ട്. സഭാപ്രവർത്തനങ്ങളുണ്ട്, മീറ്റിങ്ങുകളുണ്ട്, പരിപാടികളുണ്ട്, ഭയങ്കരമായിട്ടുള്ള റെപ്യൂട്ടേഷൻ പുറത്ത് ഏറ്റവും നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ യേശു കാണുന്നൊരു കാര്യമുണ്ട്. അവിടെ ജീവനില്ല. ആത്മീയ ശക്തി ക്ഷയിച്ച് അവരുടെ ആത്മീയ മരണത്തിലേക്ക്, ആത്മാവിന്റെ മരണത്തിലേക്കാണ് അവർ പൊക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു അവസ്ഥയിലാണ് ജീവനില്ലാത്ത രീതിയിൽ, ജീവനില്ലാത്ത രീതിയിലാണ് അവിടെ പ്രവർത്തനം, അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികളെല്ലാം അങ്ങനെ ഉള്ളതായിരുന്നു. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്ക് പറയാണ്, ജീവിച്ചിരിക്കുന്നു എന്നു നിനക്ക് പേരുണ്ട്. നിനക്കൊരു പേരുണ്ട്. എന്താണ്? നീ ജീവിച്ചിരിക്കുന്നവനാണെന്ന്. അപ്പോ അതില് പുറമേ ആൾക്കാർ നോക്കുമ്പോൾ ആളുകൾ പറയുന്നുണ്ട് അതൊരു നല്ല സഭയാണ്, റെപ്യൂട്ടേഷൻ ഉണ്ട്, അതായത് പ്രശസ്തിയുണ്ട്, പുറത്ത് വളരെ വിജയിച്ചവരാണ്, സക്സസ് ഉണ്ട്. പലരുടെയും നോട്ടത്തില് ഫുള്ളായിട്ടുള്ള സ്പിരിച്വൽ പ്ലേസ് ആണത്. ധാരാളം പേരുണ്ട്, അതിജീവനവും പുനരുജ്ജീവനവും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള താളമേള കൊഴുപ്പുകൾ ഉണ്ട് ആ സഭയില്. പുറത്തുനിന്ന് കാണുന്നവർക്ക് ഇങ്ങനെയാണ് തോന്നുന്നത്. മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാം. അത് എല്ലാവരിലും ഇംപ്രസ് ഉണ്ടാക്കിക്കൊണ്ട് മനുഷ്യന്റെ കണ്ണു വെട്ടിക്കാൻ എളുപ്പമാണ്. പക്ഷേ യേശുവിന്റെ വിലയിരുത്തൽ അവിടെ വരുന്നത് വളരെ ശൂന്യത നിറഞ്ഞ, പുറത്ത് ഭയങ്കര അലങ്കാരം കാണിച്ചുകൊണ്ട് അകത്ത് വെറും ഉള്ളിൽ മരണാവസ്ഥയിലായിരിക്കുന്ന ഒരവസ്ഥയാണ് സർദീസിലെ സഭയെ നിനക്കുള്ളത്. പുറത്ത് വളരെ ഗ്ലോറിയുണ്ട്, ഉള്ളിലാണെങ്കിൽ ഒന്നുമില്ല, എംറ്റിയാണ്. ആ ഒരു എംറ്റിയിൽ നിന്നാണ് അവർ ഇത്രത്തോളം കോലാഹലങ്ങൾ കാണിക്കുന്നത്. ആൾക്കാർ നല്ല വാക്കുകൾ പറയുന്നുണ്ടാകാം, ചില
കുതിച്ച് ഉയരുന്ന ചില സഭകളെ, വ്യക്തികളെ കാണുമ്പോൾ ആൾക്കാർ ഘോരം ഘോരം പ്രശംസിക്കുന്നുണ്ടാകാം. പക്ഷേ ആ ഘോരം ഘോരം പ്രശംസിക്കുമ്പോൾ യേശു എന്താണ് നമ്മളെക്കുറിച്ച് പറയുന്നതെന്ന് ഓരോ സഭയും ഓരോ വ്യക്തിയും ചിന്തിക്കേണ്ടുന്നത് അത്യാവശ്യമാണ്. കർത്താവ് വീണ്ടും പറയുകയാണ്, നീ മരിച്ചവനാകുന്നു, ആത്മാവിൽ മരിച്ചിരിക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളില്ല, വചനത്തിന് ജീവനില്ല, ശുശ്രൂഷ പുറം ചട്ടയിലാണ്, ഉള്ളിൽ ശൂന്യമാണ്, ജീവൻ പോലെ തോന്നുന്നു. ആക്ടിവിറ്റികളുണ്ട്, പ്രവർത്തനങ്ങളുണ്ട്, പക്ഷേ സ്പിരിച്വൽ, അതായത് ആത്മാവിൽ നിന്നുള്ള, വിത്തൗട്ട് സ്പിരിറ്റ്, ആത്മാവിന്റെ പ്രവർത്തനങ്ങളല്ല, എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. യേശുക്രിസ്തു എടുത്ത് സൂചിപ്പിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, പുനരുജ്ജീവനമില്ല, വിശുദ്ധിയില്ല, മാനസാന്തരമില്ല, അഗ്നിയില്ല, ജാഗ്രതയില്ല, അധികാരമില്ല. ഇതൊന്നുമില്ലാതെ എന്തൊക്കെ നിനക്കുണ്ട്? നിനക്ക് പേരുണ്ട്, പ്രശസ്തിയുണ്ട്, മുഖഛായയുണ്ട്, റെപ്യൂട്ടേഷനുണ്ട്, അതായത് പ്രശസ്തിയുണ്ട്, പ്രവർത്തനങ്ങളുണ്ട്, ഇഷ്ടംപോലെ പ്രോഗ്രാംസുകളുണ്ട്. എന്നാൽ ഉള്ളിൽ യേശുവിന്റെ ജീവനില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, യേശു പറയുന്നതാണ്. ഇന്ന് ഇങ്ങനെ ആയിരിക്കുന്ന വ്യക്തികൾ, ഇങ്ങനെ ആയിരിക്കുന്ന സഭകളുണ്ടെങ്കിൽ മാനസാന്തരപ്പെടൂ. കാരണം കർത്താവ് നമ്മളെ ഓർത്ത് ഏറ്റവും ദുഃഖിക്കുന്നു. യേശുക്രിസ്തു പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, എങ്കിലും നീ മരിച്ചവനാകുന്നു. 3:1 അത് പറഞ്ഞിട്ട് 3:2 വീണ്ടും പറയുകയാണ്, ഉണർന്നുകൊള്ളുക. നീ ഉണർന്നുകൊള്ളു, വേക്കപ്പ്, എഴുന്നേൽക്കൂ, നീ ഉണർന്നുകൊള്ളൂ. ഇതാണ് യേശുവിന്റെ കമാൻഡ്. യേശു നമ്മളോട് അധികാരത്തോടു കൂടി, അവകാശത്തോടു കൂടി, കാരണം നമ്മൾ മക്കളായ നമ്മളോട് വളരെ അവകാശത്തോടു കൂടി പറയുകയാണ്, നീ ഉണർന്നുകൊള്ളൂ. അപ്പൊ ആ ഒരു സഭയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, സ്പിരിച്വലായിട്ട് സ്പിരിച്വലി അസ്ലീപ്പായിരുന്നു, ഉറങ്ങുകയായിരുന്നു, ആത്മീയ മരണാവസ്ഥയിലായിരുന്നു അവര് ഒരു സമയത്ത് യേശുവിനെ അറിഞ്ഞിരുന്നു, വളരെ പ്രവർത്തനങ്ങളൊക്കെ വെച്ച് പോകെ അവരിൽ നിന്ന് ആ പ്രവർത്തനങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ. ഉള്ളിൽ ആത്മീയ തീയില്ലാത്ത അവസ്ഥയായി മാറി. അപ്പൊ ആ ഒരു റിയൽ പവറാണ് വേണ്ടുന്നത്, അല്ലാതെ മറ്റുള്ളവരുടെ പ്രശംസകളോ, മനുഷ്യർ തരുന്ന പ്രശംസകളും കാര്യങ്ങളും ഒന്നുമല്ല നമുക്ക് വേണ്ടുന്നത്. നമുക്ക് റിയൽ പവർ, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയിൽ നിന്നുകൊണ്ടുള്ള ജീവനാണ് വേണ്ടുന്നത്. അവിടെ നമ്മിൽ ഇരുട്ടുണ്ടാകാൻ പാടില്ല. അതാണ് വേണ്ടുന്നത്. ഉണരുക എന്നത് ആത്മീയമായ ഉറക്കം തകർത്ത് നമ്മൾ എഴുന്നേക്കുക. നമ്മളെ മുങ്ങിക്കിടക്കുന്ന, ഇരുണ്ട് കിടക്കുന്ന, അടഞ്ഞു കിടക്കുന്ന ആ മനസ്സിനെ ഒന്ന് തുറക്കുക. നമ്മൾ പുതുക്കപ്പെടുക. പാപത്തിനോട് അലക്ഷ്യമായിരുന്നതിൽ നിന്ന് ജാഗരിച്ച് ഉണർന്നു മാറി ദൈവത്തിലേക്ക് വരിക. ഒരു കളവിന്റെ, ആളുകളെ പറ്റിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു കളവുണ്ടല്ലോ, ആ ഒരു കളവിന്റെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരിക, സത്യവഴിയിൽ തിരിച്ചു വരിക, സത്യത്തിന്റെ പാതയിലേക്ക് തിരിച്ചു വരിക. നമ്മളെപ്പോഴും അത് ക്രിസ്തുവിൽ വന്നതിന് ശേഷവും, നേരത്തെ ഞാൻ ബിസിനസ് ചെയ്യുന്ന സമയത്തും ഒക്കെ ട്രെയിനിങ്ങിലും ഒക്കെ പറയാം, നമ്മളൊരു കംഫർട്ട് സോണിലാണ്. എന്താണ് കംഫർട്ട് സോൺ? നമ്മൾ ഇരിക്കുന്ന ആ ഒരു അവസ്ഥയെ വിട്ട് നമ്മൾക്ക് ഇറങ്ങാൻ വയ്യ, അല്ലെ മാറാൻ വയ്യ. അപ്പൊ ക്രിസ്തുവിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഉള്ള കംഫർട്ട് സോൺ എന്താണ്? എല്ലാ കാര്യങ്ങളും യഥാവിധി നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിലേ, അല്ലെങ്കിൽ കുറെ ദൈവം പറയുന്ന ആലോചനകളെ കേൾക്കാതെ കണ്ട് ചിലത് വിട്ടിറങ്ങാൻ തയ്യാറാകാതെ നമ്മൾ ജീവിക്കുന്ന ചില ജീവിത രീതികളുണ്ട്. ആ രീതികളൊക്കെ വിട്ടുമാറണം. കംഫർട്ട് സോണിനെ ഭേദിക്കണം. കംഫർട്ട് സോണെ ഭേദിച്ചവരിലേക്ക് മാത്രമാണ് ദൈവത്തിന്റെ കൃപ ഇറങ്ങി വന്നിട്ടുള്ളത്. ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പൊ ഈ സത്യത്തിന്റെ വഴിയിലേക്ക് നമ്മൾ തിരിച്ചു വരിക. കുഞ്ഞെ, ദൈവം പറയാണ്, ഇങ്ങനെ തുടർന്നാൽ നീ പൂർണ്ണമായി മരിക്കും. നിനക്കൊരു മരണം ഉണ്ടായിപ്പോവും. നീ പൂർണ്ണമായിട്ട്, ഇപ്പൊ നിന്നിൽ അല്പമെങ്കിലും ജീവനുണ്ട്. ആ ജീവനെ നീ പഴയ ആ ഒരു രീതിയിലേക്ക് ഉണർത്തിയെടുക്ക്. ഇപ്പൊ തന്നെ ഉണരേണ്ടുന്ന സമയം നിന്റെ കഴിഞ്ഞു പോയി. പക്ഷെ ഇനിയും വൈകിട്ടില്ല. കാരണം കർത്താവിന്റെ വരവ് എപ്പോഴെന്ന് നമ്മൾ അറിയുന്നില്ല. അവിടെ കുഞ്ഞെ, നീ ഉണർന്നെഴുന്നേറ്റുകൊള്ളൂ. കർത്താവിന് വേണ്ടിയിട്ട് ഏറ്റവും ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നിന്ന് പ്രവർത്തിക്കാനുള്ള സമയമാണിപ്പോൾ. സ്തോത്രം. ഉണർന്നുകൊള്ളുക. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കാൻ.
അടുത്തൊരു വാക്ക് 3:2 വചനം ഇങ്ങനെയാണ്: ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക, ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണത ഉള്ളതായി കണ്ടില്ല. യേശു കാണുന്നില്ല. അവിടെ ഉണർന്നുകൊള്ളുക എന്ന് പറഞ്ഞ് സഭയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഉപദേശിച്ചിട്ട് യേശു വീണ്ടും പറയുകയാണ്, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. നീ അങ്ങ് ആത്മീയമായിട്ട് മരിച്ച് നീ ഒരു വല്ലാത്ത അവസ്ഥയിലായിപ്പോയി, ഒരു വല്ലാത്തൊരവസ്ഥയിലാണ്, ചാവാറായിപ്പോയി നിന്റെ ആ ഒരു ശേഷിപ്പുകൾ. എന്നിട്ട് എവിടെയോ എന്തൊക്കെയോ ശേഷിക്കുന്നുണ്ട്. നിന്റെ ഉള്ളിൽ ഇപ്പോഴും മരിക്കാത്ത ചെറിയ ഒരു ആത്മീയ സ്പാർക്ക് ഉണ്ട്, ക്രിസ്തുവിനോടുള്ളൊരു സ്നേഹമുണ്ട്. ഒരു ചെറിയ രീതിയിലുണ്ട് ആ സ്നേഹം, വിശ്വാസം, ശുദ്ധത, ആഗ്രഹം, ഉണർവ്, കഴിവ്, ദൈവബോധം. ആത്മീയ ജീവിതം പൊളിഞ്ഞു പോയാലും നഷ്ടപ്പെടാത്ത ചെറിയ ശേഷിപ്പുകളെ യേശു പറയുന്നു, ഈ ചെറിയതായിട്ടുള്ള ഇതൊക്കെ നിന്നിൽ ചെറുതായിട്ടുണ്ടെങ്കിൽ നീ അതിനെ വലുതാക്കുക, അതിനെ ശക്തീകരിക്കുക, നീ അതിനെ പുതുക്കപ്പെടുത്തുക, നീ വലുതാക്കി നീ അതിനെ എടുക്കുക. യേശു പറയുകയാണ്, കാരണം നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണമല്ല. യേശുക്രിസ്തു ഇവിടെ ഭൂമിയിലേക്ക് വന്നപ്പോൾ പിതാവിന്റെ ഹിതമാണ് ഇവിടെ പൂർണ്ണമായിട്ട് നിവർത്തിച്ചത്. നാം ഇന്ന് യേശുവിനെ അനുഗമിച്ച് നിൽക്കുന്നവരായതിനാൽ, യേശുവിന്റെ ശിഷ്യന്മാരായതിനാൽ, പിതാവിനോടൊപ്പം യേശുവിനോടൊപ്പം അവിടെ സ്വർഗത്തിൽ ഇരിക്കേണ്ടുന്നവരായതിനാൽ സ്വർഗത്തിൽ ഇരിക്കേണ്ടുന്നവരാണ്. പക്ഷേ നമ്മുടെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണമല്ല. ഒരു പൂർണ്ണതയിലേക്ക് എത്തിയെങ്കിൽ മാത്രമല്ലേ നമുക്ക് അവിടെ ഇരിക്കാൻ സാധിക്കൂ. അപ്പൊ യേശുവിന്റെ ജഡ്ജ്മെന്റ് അതാണ്, നീ പൂർണ്ണമായിട്ടില്ല, നീ പൂർണ്ണതയിലേക്ക് എത്തിയില്ല. പുറത്ത് നിനക്ക് ഗുഡ് വർക്കുകൾ ഉണ്ട്, അതുകൊണ്ട് യെസ്, നിനക്ക് റെപ്യൂട്ടേഷൻ ഉണ്ട്, പ്രോഗ്രാംസുകൾ ഉണ്ട്, ആക്ടിവിറ്റീസുകൾ ഉണ്ട്. പക്ഷേ യേശുവിന്റെ കണ്ണിൽ അതെല്ലാം ഇൻകംപ്ലീറ്റ് ആണ്, അതൊന്നും പൂർണ്ണതയിലേക്ക് എത്തുന്നില്ല. എന്തുകൊണ്ട് അവിടെ ഇൻകംപ്ലീറ്റ് ആവുന്നു? അവരുടെ ഉദ്ദേശശുദ്ധമല്ല. ജനങ്ങളുടെ മുമ്പിൽ പേരുണ്ടാക്കാനാണ് ഇതൊക്കെ ചെയ്തത്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ജനങ്ങൾക്ക് മുമ്പിൽ പേരുണ്ടാക്കാനാണോ നമ്മളിത് ചെയ്തേക്കുന്നത്, അതോ ദൈവത്തിന് വേണ്ടിയിട്ടുള്ള ദൈവത്തിന്റെ പേര് മഹിമപ്പെടാനാണോ? നമ്മൾ ആദ്യം അതിനെ ചിന്തിക്കുക. സ്പിരിച്വൽ ലൈഫില്ല, പരിശുദ്ധാത്മാവിന്റെ ഡയറക്ഷൻ ഇല്ലാത്ത പ്രവൃത്തിയാണ് ഇന്ന് നടക്കുന്നത്. കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, ഒരു വചനം പോലും നമ്മൾ കേൾക്കുമ്പോൾ അതിനെ ശോധന ചെയ്യണം. ശോധന ചെയ്ത് നമ്മൾ കൃത്യമായിട്ട് അത് പരിശുദ്ധാത്മാവിൽ നിന്ന് തന്നെയാണോ ഉള്ളതെന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കണം. അപ്പൊ സ്പിരിച്വൽ ലൈഫ് ഇല്ലാതെ, പരിശുദ്ധാത്മാവിന്റെ ഒരു ഡയറക്ഷൻ ഇല്ലാതെ കണ്ടുള്ള പ്രവർത്തികൾ, അപ്പൊ അങ്ങനത്തെ പ്രവർത്തികൾ ശൂന്യമാണ്. ഒരു പക്ഷേ യേശുവിന്റെ നാമം എടുത്താൽ പല അത്ഭുതങ്ങളും സംഭവിക്കുന്നുണ്ടാകാം. അത് അങ്ങനെയാണ്, ആ പ്രവൃത്തി അങ്ങനെ തന്നെ വരും, ഉറപ്പായ കാര്യമാണ്. കാരണം കർത്താവിന്റെ നാമം എടുത്ത് അവിടെ വിശ്വാസത്തോടു കൂടി അവിടെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ അവിടെ പ്രവൃത്തി നടക്കും. പക്ഷെ നമ്മുടെ ഉള്ളം കർത്താവ് നോക്കുന്നു, നമ്മുടെ ഹൃദയം നോക്കുന്നു. യേശു നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ പുറത്തേക്ക് ഒരുപാട് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ? യേശുവിനെ അനുസരിക്കാതെ ചെയ്യുന്ന പ്രവൃത്തികൾ, അത് യേശു അംഗീകരിക്കുന്നില്ല. പിതാവിന്റെ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് പൂർണ്ണതയല്ല. ഞാൻ തന്നെ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ദിനം പ്രതി നമ്മൾ പാപം ചെയ്യുന്നു എന്ന്. അപ്പോ ആ പാപം പോലും എന്താണെന്ന് നമ്മൾ എടുത്തു ചോദിച്ചാൽ, ഇത്രയും വചനം അറിഞ്ഞേക്കുന്നതല്ലേ, പിന്നെ എന്തായിരിക്കും പാപം എന്നുള്ളത് നമ്മൾ നിങ്ങൾ എന്നോടൊരു ചോദ്യം ചോദിച്ചാൽ ഞാൻ പറയും, പിതാവിന് ഹിതമല്ലാത്തത് എല്ലാം പാപം തന്നെ. നമുക്കറിയില്ല, പിതാവിന്റെ മനസ്സറിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയില്ല, പിതാവിന്റെ മനസ്സിനനുസരിച്ച് ജീവിക്കാൻ നമുക്കറിയില്ല. നമ്മൾ പഠിച്ചു വളർന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളു. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ പിതാവിന് ഹിതമല്ലാത്ത പല കാര്യങ്ങളും, പിതാവ് ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും നമ്മളിൽ നിന്ന് വരുന്നുണ്ടാകാം, സംസാരത്തിലുണ്ടാകാം, പ്രവർത്തികളിലുണ്ടാകാം. അത് നമുക്ക് തിരിച്ചറിവില്ല. അതുകൊണ്ട് തന്നെ അത് പാപമാണ്. യേശുവിനെ അനുസരിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ മാത്രമേ പൂർണ്ണതയിലേക്ക് വരുന്നുള്ളൂ. വിശ്വാസമില്ലാത്ത പ്രവൃത്തികൾ, അത് യേശു ഇഷ്ടപ്പെടുന്നില്ല. ഹൃദയം യേശുവിൽ നിന്ന് ദൂരെയാക്കി വെച്ചിരിക്കുന്നു, അതും യേശു ഇഷ്ടപ്പെടുന്നില്ല. അപ്പോ അതൊക്കെ കൊണ്ടാണ് യേശു പറയുന്നത്, നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണമല്ല.
അപ്പൊ നമ്മൾ ദൈവത്തോട് നമ്മുടെ ഹൃദയത്തെ നമ്മൾ ഏറ്റവും യേശുവിനടുത്ത് വെച്ച് യേശുവിനെ പൂർണ്ണമായി ഡിപ്പെൻഡ് ചെയ്ത് യേശുവിൽ പൂർണ്ണമായി തന്നെ ആശ്രയിച്ചുകൊണ്ട് നല്ല വിശ്വാസത്തിൽ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നമ്മളത് ചെയ്യുവാൻ തയ്യാറാകണം. 3:3 വരുമ്പോൾ, ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്നോർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഏതു നാഴികയ്ക്ക് നിന്റെ മേൽ വരും എന്ന് നീ അറിയുകയും ഇല്ല.